ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് തയ്ക്കുന്നത് ഒരു റൗണ്ട് കോളർ നെക്കുള്ള ഒരു കുർത്തിയാണ്. റൗണ്ട് കോളറാണിത്, അതായത് ഫുൾ കോളർ, കഴുത്തിൽ റൗണ്ട് ചെയ്തിരിക്കുന്ന കോളർ. ഇതിന് നമ്മൾ തയ്ക്കുമ്പോൾ നമ്മുടെ ആ ടോപ്പിൻ്റെ ബാക്കും ഫ്രണ്ടും രണ്ടാക്കണം. കാരണം ബാക്ക് 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. അതുകൊണ്ട് ബാക്കും ഫ്രണ്ടും രണ്ടാക്കി കട്ട് ചെയ്യണം. ആദ്യം നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം. 8 ഇഞ്ചാണ് നമ്മളെ ഷോൾഡർ എടുക്കേണ്ടത്. 7.5 ഇഞ്ച് ആം ഹോൾ എടുക്കണം. പിന്നെ ഇതൊരു ത്രിബിൾ എക്സലാണ്. 13 ഇഞ്ചാണ് ഇതിൻ്റെ വണ്ണം. അതായത് ടോട്ടൽ ഏകദേശം 47 ഇഞ്ച് വണ്ണം വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 13 ഇഞ്ച് വണ്ണമായിട്ടാണ് വെട്ടുന്നത്. മേളിൽ ഒരു 1/2 ഇഞ്ച് ചരിക്കണം. പിന്നെ 3 ഇഞ്ചിൽ കഴുത്തിൻ്റെ അവിടെ 3 ഇഞ്ച് വിട്ടിൽ ഒരു സ്ക്വയർ പോലെ വരയ്ക്കണം. 3 ഇഞ്ച് തന്നെ, 3 ഭാഗവും 3 ഇഞ്ച് 3 ഇഞ്ച് വീതം തന്നെ കഴുത്ത്. അവിടെ ഒരു സ്ക്വയർ പോലെ നമ്മൾ വരയ്ക്കുക. മേളിൽ നിന്ന് താഴോട്ട് 3 ഇഞ്ച്, സൈഡിലോട്ട് 3 ഇഞ്ച്, കഴുത്തിൻ്റെ അവിടെ 3 ഇഞ്ച്. എന്നിട്ട് ഇങ്ങനെ ഒരു കർവ് കൊടുക്കുക, ചരിച്ചൊരു കർവ് കൊടുക്കുക. ഇതാണ് നമ്മളെ റൗണ്ട് നെക്കിൻ്റെ അളവ്. ഇതാണ്. ഇത് കഴുത്തിൽ റൗണ്ടായിട്ട് തന്നെ ഇരിക്കും. അതായത് വലിയ ഒരു 46 ഇഞ്ച് ചെസ്റ്റ് വണ്ണം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം വണ്ണമുള്ളതാണ്. ഇത് നമ്മുടെ ഷേപ്പ് 7 ഇഞ്ച്, അവിടുന്ന് സ്ലിറ്റ് 6 ഇഞ്ച്. ഇതൊക്കെ ഞാൻ മുമ്പ് ചുരിദാറിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ യൂണിക്കാണ്, ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ല. പിന്നെ താഴത്തെ സ്ലിറ്റിൻ്റെ ഭാഗം നമ്മൾ എത്രയാണോ നെഞ്ചുവണ്ണം എടുക്കണം അതിൻ്റെ കൂടെ 1/2 ഇഞ്ച്, അതായത് 13 ഇഞ്ച് നെഞ്ചുവണ്ണം എടുത്താണ് നമ്മൾ തയ്ക്കുന്നത്. ഈ എടുക്കുന്നതൊക്കെ തയ്യൽ തുമ്പും ചേർത്താണ്, അതും കൂടെ പറയാം. ഇനി 12 ഇഞ്ചാണ് നമ്മുടെ ഷേപ്പ് വണ്ണം. അതായത് നമ്മൾ നെഞ്ചുവണ്ണം എടുക്കുന്നതിൽ 1 ഇഞ്ച് കുറച്ച് ഷേപ്പ് എടുക്കണം. 1.5 ഇഞ്ചാണ് കൈക്കുഴി എടുക്കുന്നത്. നമ്മൾ 7.5 ഇഞ്ച് ആംഹോൾ എടുക്കുന്നതെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ചരിക്കും. സ്ത്രീകൾക്ക് ഒരുപാട് ചരിവ് ഷോൾഡറിനില്ല. അതുകൊണ്ട് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒന്നും അധികം ചരിക്കേണ്ട. 1.5 ഇഞ്ചോ മാക്സിമം 1 ഇഞ്ചൊക്കെ ചരിച്ചാൽ മതി. എന്നിട്ട് ഇത് വെട്ടിയെടുക്കണം. ഫ്രണ്ട് വെട്ടിയെടുത്ത് ഇനി ഈ ഫ്രണ്ട് വെച്ച് തന്നെ നമുക്ക് ബാക്കും വെട്ടാം. ഇതിന്ന് 1 ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗം കൂട്ടിയെടുക്കണം, ഹൈറ്റ് കൂട്ടിയെടുക്കണം 1 ഇഞ്ച്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ. കഴുത്ത് അവിടെ ചരിക്കുന്നതും 1/2 ഇഞ്ച്, അതും ചരിക്കണം. ബാക്കും അതുപോലെ 1/2 ഇഞ്ച് ചരിക്കണം. ഈ കഴുത്തിൻ്റെ ബാക്ക് ഇറക്കുമെന്ന് പറഞ്ഞാൽ 1 ഇഞ്ചാണ് കേട്ടോ. 1 ഇഞ്ച് ഇറക്കിയാൽ മതി. കുറച്ചും കൂടെ ഇറങ്ങി, അതായത് റൗണ്ട് കഴുത്തിന് നമ്മൾ കറക്റ്റ് റൗണ്ടിൽ തന്നെ നിൽക്കാൻ വേണ്ടിയാണ്. പിന്നെ റൗണ്ട് കഴുത്താകുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഇച്ചിരി താഴോട്ട് നിന്നില്ലേ കഴുത്ത് കയറൂല. അപ്പം നമ്മൾ അവിടെ നിന്നൊരു താഴേക്കൊരു ചെറിയ ഒരു ഓപ്പൺ ഞാൻ ഇടുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് 4.5 ഇഞ്ച് താഴ്ത്തി ഞാനൊരു പേപ്പർ ക്യാൻവാസിൽ വരയ്ക്കുകയാണ്. 4.5 ഇഞ്ച് താഴ്ത്തണം. അത് ഒരു ചെറിയൊരു റൗണ്ട്, ഇതുപോലെ ചെറിയൊരു റൗണ്ട്, ഒരുപാട് വൈഡല്ല, ചെറിയൊരു റൗണ്ട്. ചെറിയൊരു റൗണ്ടിൽ നമ്മൾ പേപ്പർ പാറ്റേൺ വെട്ടിയെടുക്കുകയാണ്. ഇത്രയുള്ള ഒരു റൗണ്ട്. ഇത് നമ്മളിതായി ലൈനിങ് പാർട്ടിൽ ഇങ്ങനെ വെച്ച് അയൺ ചെയ്യുകയോ തയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യാം. അയൺ ചെയ്ത് ഒട്ടിച്ചാലും മതി, അല്ലെങ്കിൽ ജസ്റ്റ് നൂലൊടിച്ചാലും മതി. ഇനി നമുക്കത് തയ്ക്കാം. ഞാൻ അയൺ ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇനി അത് തയ്ക്കണം. കഴുത്തെല്ലാം കറക്റ്റ് പിടിച്ച് വെച്ചിട്ട്
വളരെ സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലാവുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ കയറി നോക്കുക. അതാ നമ്മൾ സൈഡിൽ കൂടെ തച്ചു. ഇനി അത് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇനി അത് മറിച്ചിടുക. മറിച്ചിട്ട് ഇനി ആ റൗണ്ട് നമുക്കൊന്ന് തയ്ക്കാം. ചിലർക്ക് ഫ്രണ്ടിൽ കുറേ കൂടെ നീളത്തിൽ ഓപ്പൺ വേണം. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഇടാം. അതിനൊരു ഭംഗി വരാൻ വേണ്ടി ഒരു ഇച്ചിരി ഒരു മാറ്റി ഒരു തയ്യലും കൂടെ തയ്ക്കും. അതൊരു ഇതായിട്ട് നിൽക്കും. ഇനി നമുക്ക് ബാക്ക് എടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ഇതുപോലെ വെച്ച് ജോയിൻ ചെയ്യുക. കഴുത്തിൻ്റെ ഭാഗം കറക്റ്റ് ആയിരിക്കണം. ആം ഹോളിൻ്റെ ഭാഗം കുഴപ്പമില്ല, ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാം. പക്ഷെ കഴുത്ത് കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ കോളർ വൈഡായി പോവും, പിന്നെ അതിനൊരു ഭംഗി ഉണ്ടാവില്ല ഇടുമ്പോൾ. ഇത് കഴുത്ത് റൗണ്ട് ചെയ്ത് നിൽക്കുന്ന കോളറാണ്. ഹാഫ് കോളറൊക്കെ ഞാൻ പിന്നെ തയ്ച്ച് കാണിച്ചു തരാം. ഷോൾഡർ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ആം ഹോൾ കറക്റ്റ് ചെയ്ത്, കൂടുതലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യണം. നമ്മൾ 8 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒരു 7.5 മതി. രണ്ട് സൈഡും അതുപോലെ നമുക്ക് ആം ഹോൾ കറക്റ്റ് ചെയ്തിട്ട് ഷോൾഡർ കട്ട് ചെയ്ത് കറക്റ്റ് ആക്കണം. കൈ വെച്ച് പിടിപ്പിക്കാനുള്ളതാണ്. ഇനി നമുക്ക് ആ കോളർ നോക്കാം എത്ര ഉണ്ടെന്ന്. കറക്റ്റ് പിടിച്ച് നോക്കണം. നമുക്ക് കോളർ ക്യാൻവാസ് വെട്ടാനുള്ളതാണ്. ഇതാ 8, അപ്പം 16 ഇഞ്ച് കോളറാണ് കേട്ടോ. 16 ഇഞ്ച്. ആ 16 ഇഞ്ചിന് നമുക്ക് ക്യാൻവാസ് വെട്ടണം. അത് എങ്ങനെയാണ് കോളർ വെട്ടുന്നതെന്ന് മുമ്പൊരു ക്ലാസ് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ പറയാം. 16 ഇഞ്ച് വേണമെങ്കിൽ നമ്മൾ 7.5 ഇഞ്ച്, അതായത് 15 ഇഞ്ച് കണക്കാക്കി മാർക്ക് ചെയ്താൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം 7.5 ഇഞ്ചിൽ. എന്നിട്ട് കോളറിന് എത്ര വീതി വേണോ ആ വീതി, ഇപ്പോൾ ഞാൻ ഇത് 1.2 വീതിക്കാണ് എടുക്കുന്നത് കേട്ടോ. 1.2 ഇങ്ങനെ അങ്ങേറ്റം വരെ മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് വീതിക്ക് മതിയെങ്കിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. എന്നിട്ടത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുക. ഓരോരുത്തർക്കും കോളറിന് ചിലർക്ക് നല്ല വീതി വേണം, ചിലർക്ക് ചെറിയ വീതി മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ കോളർ നമ്മളെ കഴുത്ത് റൗണ്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഇത്ര വേണം. പിന്നെ ഇതിൻ്റെ നേർ പകുതി എടുക്കണം. നമ്മൾ എത്രയാണ് എടുത്ത് 7.5 നേർ പകുതി എടുത്ത് ഒരു മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് 1 ഇഞ്ചും കൂടെ താഴോട്ടിറക്കണം. അവിടെ നിന്ന് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ അടുത്ത് 1 ഇഞ്ച് താഴോട്ട്, ആ 1 ഇഞ്ചിലേക്ക് ഇവിടെ നിന്ന് ആ സെൻറ്റർ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഒരു കർവ് വരയ്ക്കുക. കണ്ടോ, ഒരു കർവായിട്ട് വരയ്ക്കണം, സ്ട്രെയിറ്റിനല്ല, ഒരു കർവ് വളച്ചൊന്ന് വരയ്ക്കുക.
എന്നിട്ട് അവിടെ നിന്ന് 1 ഇഞ്ച് താഴേക്ക് എടുക്കുക. 1 ഇഞ്ച് താഴേക്ക് എടുക്കുക. അവിടെ നിന്ന് 1 ഇഞ്ച് അങ്ങോട്ട് എടുക്കണം നേരെ. എന്നിട്ട് നമ്മൾ ഈ കർവ് ചെയ്ത ആ മൂലയിൽ നിന്ന് 1.2 നമ്മൾ കോളറിൻ്റെ വീതി മാർക്ക് ചെയ്തേക്കണം. ആ 1.2 അവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത് നമ്മളിവിടെ സെൻറ്ററിൽ ഒരു അടയാളം ചെയ്തിട്ടുണ്ട്, അതുവരെ മാർക്ക് ചെയ്യണം. സെൻറ്റർ വരെ മാർക്ക് ചെയ്യണം. കണ്ടോ, അതും ഒരു കർവ് പോലെയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആ കർവ് പോലെ അങ്ങനെ വളച്ച് കട്ട് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ കോളറിന് വെട്ടുന്നത്. ഇത് എത്ര വലിയ സൈസ് കോളറായാലും ചെറിയ സൈസ് കോളറായാലും നിങ്ങൾക്ക് ഇങ്ങനെ വെട്ടിയെടുക്കാം. പലർക്കും കോളർ വെട്ടുന്നത് ഒരു വലിയ ബാലികേറ മലയാണ്. അളവറിയില്ല, എങ്ങനെ വെട്ടണമെന്നറിയില്ല. അത് വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. ഇത് വളരെ എളുപ്പമാണ് വെട്ടാൻ. ഇത് നമ്മൾ കോളർ വെട്ടിയെടുത്ത് ഇനി അത് ഒന്ന് ഷേപ്പ് ചെയ്യണം. അവിടെ നിന്ന് ഒരു ചെറിയ കർവ്, അവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് ഈ മൂലയിൽ നിന്ന് അങ്ങോട്ട് ഒരു ചെറിയ കർവ് കൊടുക്കണം, ഒരു ഷേപ്പ്. ആ ഷേപ്പിലേക്ക് നമുക്ക് ഈ മൂലയിൽ നിന്ന് അങ്ങോട്ട് വെട്ടിയെടുക്കാം. ഈ മൂലയാണ് നമ്മൾ തയ്ക്കാനുള്ള സ്ഥലം. കണ്ടോ, ഇത്രയും വെട്ടിയെടുത്ത്. ഇനിയിപ്പോൾ നമുക്ക് 16 ഇഞ്ചാണ് വേണ്ടിയത്. നമ്മൾ പക്ഷേ 7.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് വെട്ടിയത്. ഇപ്പോൾ ഇത് 16 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. കണ്ടോ, കറക്റ്റ് 16 ഇഞ്ച് ഉണ്ട്. ഒരല്പം പോലും കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. ഇനി നമുക്ക് ഇത് നിങ്ങൾ ഏത് കളർ ആണോ വെക്കുന്നത് അതേ തുണിയിൽ തന്നെയാണെങ്കിൽ അത് തന്നെ വയ്ക്കുക. അല്ല വേറെ കളർ തുണിയിലാണെങ്കിൽ വേറെ കളർ തുണിയിൽ ഒട്ടിച്ച് വയ്ക്കാം. ഏതിലായാലും ഒട്ടിച്ച് വെച്ചിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാം. ആദ്യം എൻ്റെ സൈഡ് തയ്ക്കാം. ഈ തയ്ക്കുന്ന ഭാഗമാണ് നമ്മൾ വച്ച് തയ്ക്കാനുള്ളത് കേട്ടോ. ചിലർക്ക് തിരിഞ്ഞു പോകും, അത് ഏത് ഭാഗം വെച്ച് തയ്ക്കണമെന്ന് അറിയാൻ വയ്യാത്തായി പോകും. ഇനി ഇത് മറ്റേ പീസിൽ നമുക്ക് ചേർത്ത് വെച്ചടിക്കാം. ഈ വെട്ടുന്നത് തയ്യൽ തുമ്പും കൂടെ വേണം, അതും കൂടെ കണക്കാക്കി വേണം നമ്മൾ വെട്ടാനുള്ളത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഞറുക്കിയിട്ട് മറിച്ചിടാം. മറിച്ചിട്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് പതിച്ചടിക്കാം നമുക്ക്. അതെന്ന് വെച്ചാൽ ഈ നമ്മൾ തയ്യൽ തുമ്പ് ഇങ്ങോട്ട് പിടിച്ച് ടൈറ്റായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ അത് പതിച്ചടിക്കാൻ, അല്ലെങ്കിൽ അവിടെയൊക്കെ ചുളുക്ക് വരും. അപ്പോൾ തയ്യൽ തുമ്പെല്ലാം കറക്റ്റിന് പിടിച്ച് വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുക. അപ്പം നല്ലതായിട്ട് തന്നെ ഇരിക്കും. ഈ തയ്യൽ തുമ്പ് അധികം വീതി ഉണ്ടെങ്കിൽ ഇച്ചിരി വീതി അങ്ങ് കട്ട് ചെയ്ത് കളയണം. ഒരുപാട് വീതിക്ക് തയ്യൽ തുമ്പ് വേണ്ട. അപ്പം നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ലൂസായിപ്പോൾ. അതുകൊണ്ട് ഒരു തയ്യൽ തുമ്പിൻ്റെ വീതി കഴിച്ച് ഉള്ള വീതി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇനി നമുക്ക് കോളർ വെച്ച് വയ്ക്കാം.
അതായത് അഴുക്ക വശത്തുനിന്ന് വേണം, അഴുക്ക വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് തയ്ക്കണം. തയ്യൽ തുമ്പ് നല്ല വശത്ത് വരണം, എന്നാലേ നമുക്കത് കവർ ചെയ്ത് അടിക്കുമ്പോൾ ഭംഗിയായിട്ടിരിക്കും. നല്ല വശത്ത് വെച്ചിട്ട് അഴുക്ക വശത്തേക്കല്ല അടിക്കാനുള്ളത്, അഴുക്ക വശത്ത് വെച്ച്, അതായത് ലൈനിങ്ങിൻ്റെ വശത്ത് വെച്ചിട്ട് വേണം അടിക്കാനുള്ളത്. നമ്മൾ എത്ര വീതിക്കാണോ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടേക്കണം ആ വീതിക്ക് നമ്മൾ അടിക്കണം കേട്ടോ. അതിൽ കൂടെയും കുറയുകയും ചെയ്യരുത്. കൂടിയാലും കുറഞ്ഞാലും കുറഞ്ഞു പോയാൽ ലൂസാവും, കൂടിപ്പോയാൽ കോളർ പെനഞ്ഞ് ടൈറ്റായി പോകും. അതുകൊണ്ട് ആ കറക്റ്റ് വീതിക്ക് തന്നെ നമ്മൾ അടിക്കണം. ഇനി ഇത് മറിച്ചിപ്പം നല്ല വശത്തേക്കാണ് മറിച്ചടിക്കണത്, കണ്ടോ. ഈ അറ്റം തൊട്ട് അടിക്കരുത്, കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് അടിക്കണം. അറ്റം നമുക്ക് ഇപ്പുറത്ത് വശത്തൂടെ അടിച്ച് വന്നിട്ട് അടിക്കാം. അതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് വേണം നമുക്ക് തയ്ച്ചു തുടങ്ങാനുള്ളത്. നമ്മൾ ആ തയ്ച്ചത് തയ്യൽ തുമ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഇത് തയ്ക്കാൻ ഒരു പാടുമില്ല, നല്ലതായിട്ട് ഇരിക്കും. കോളർ പെനയും ഇല്ല, ഒന്നുമില്ല. ഞാൻ കോളറിൻ്റെ പുറത്തൂടെ നമുക്ക് ഒരടി അടിക്കാം. അടിച്ച് അങ്ങേറ്റത്ത് ചെന്നിട്ട് വേണം അവിടെ നമുക്ക് ക്ലോസ് ചെയ്ത് അടിക്കാൻ. നമ്മളവിടെ വിട്ടിട്ടാണ് അടിച്ചേക്കണത്. അറ്റം നമ്മൾ അതിനകത്തോട്ട് പിടിച്ച് വയ്ക്കണം, കോളറിനകത്തോട്ട്. കൈ കൊണ്ട് പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് തള്ളി അകത്തോട്ടാക്കിയിട്ട് തയ്ച്ചാൽ ഭംഗിയായിട്ടിരിക്കും. തയ്ച്ച് തീർന്നു, നമ്മൾ കോളർ തയ്ച്ച് തീർന്നു. കണ്ടോ, കറക്റ്റായി കോളർ, എങ്ങും ചുളുക്കുമില്ല, ഒന്നും വന്നിട്ടില്ല. ഇനിയാണ് നമ്മൾ കൈ വെച്ച് തയ്ക്കുന്നത്. കൈ വെച്ച് തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബാക്ക് 1 ഇഞ്ച് കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഷോൾഡർ രണ്ടും കൂടെ ചേർത്ത് പിടിക്കണം. കൈക്കുഴി, ബാക്കും ഫ്രണ്ടും കൂടെ കൈക്കുഴി ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ ഈ തയ്ച്ച ഷോൾഡർ ജോയിൻ ചെയ്തതിൻ്റെ അവിടെ നിന്ന് കുറച്ചപ്പുറത്തോട്ട് മാറിയാണ് സെൻറ്റർ വരുന്നത്. ആ സെൻറ്ററിൽ വെച്ച് വേണം നമ്മൾ കൈ തയ്ക്കാനുള്ളത്, അല്ലെങ്കിൽ കയറി ഇറങ്ങി പോവും, ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം കൈക്കുഴികൾ തമ്മിൽ ചേർത്ത് പിടിക്കണം. കാരണം നമ്മൾ ബാക്ക് 1 ഇഞ്ച് കൂട്ടിയെടുത്തത് കൊണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് അവിടെ വേണം കൈ വെച്ച് തയ്ക്കാൻ. കൈ വെച്ച് ഇനി നമുക്ക് ജോയിൻ ചെയ്യാം. ആദ്യം ജസ്റ്റ് ജോയിൻ ചെയ്യുക, പിന്നെ നമുക്ക് വണ്ണമൊക്കെ അളന്ന്, കൈവണ്ണോ അളന്ന്, അരവണ്ണോ നെഞ്ചുവണ്ണോ ഒക്കെ അളന്ന് തയ്ക്കുക. ഇത് 3 XL ആണ് നൈറ്റി, അല്ല ചുരിദാർ. സ്ലിറ്റ് തയ്ക്കുകയാണ്. സ്ലിറ്റ് തയ്ക്കുമ്പോഴും പെനഞ്ഞു പോകരുത്, നല്ലവണ്ണം പിടിച്ച് തന്നെ തയ്ക്കണം.